ഇതാവർത്തിക്കരുത്. ഇത് അവസാനത്തെ കൈപ്പടയായിക്കൊള്ളണം. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ റൌഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആഴ്ചപ്പതിപ്പില്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് നെടുനീളം പ്രവാചക നിന്ന ലേഖനങ്ങൾ, ബഹുഭാര്യത്വം, ഇസ്ലാമിന്റെ പർദ, പടച്ചോൻ, അങ്ങനെ തുടങ്ങിയിട്ട് സ്ത്രീപീഡനം തുടങ്ങിയിട്ട് നെടുനീളം ലേഖനങ്ങൾ നിങ്ങൾ എഴുതി വിടുമല്ലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ. പക്ഷേ ഞങ്ങൾ ആരും മണ്ടന്മാരല്ല. അങ്ങനെ എഴുതി വിടുന്ന ലേഖനത്തിന് ഒരു പത്രധർമ്മം, പത്രമര്യാദ എന്ന നിലയ്ക്ക് നിങ്ങൾ അതിന്റെ മറുകുറിപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെ വേസ്റ്റ് ബോക്സിലേക്ക് നൂറുകണക്കിന് ലേഖനങ്ങളെ നിങ്ങൾ നിഷ്കരുണം കഴുത്ത് ഞെരിച്ച് വലിച്ചെറിഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് തന്റേടമുണ്ടായിട്ടുണ്ടോ? ഇസ്ലാമിന്റെ പണ്ഡിതന്മാരിൽ നിന്നും നേതാക്കളിൽ നിന്നും അതിന്റെ ആരോഗ്യകരമായ മറുകുറിപ്പ് കൊടുക്കാൻ നിങ്ങൾ അവിടെ കാണിക്കുന്നത് ജനാധിപത്യ ധ്വംസനമല്ലേ? പ്രിയമുള്ളവരെ, ചാനലിലെ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ന്യായമായ ജനാധിപത്യപരമായ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളെപ്പോലുള്ള ആളുകളെ അതിനുവേണ്ടി സമരമുയർത്തിയാൽ അതിനെ തമസ്കരിച്ച് കൊച്ചാക്കി ഞങ്ങളുടെ നേതാക്കന്മാരുടെയും അതേപോലെ തന്നെ സമൂഹത്തിന്റെ അടസ്ഥിത ജനവിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുടെ ശബ്ദങ്ങളെയും തല്ലിക്കെടുക്കാനും തമസ്കരിക്കാനും കൊച്ചാക്കാനും മറച്ചുവെക്കാനും നിങ്ങളുടെ അവതാരകന്മാരിൽ കാണിക്കുന്ന മിടുക്കുണ്ടല്ലോ, ഞങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇങ്ങനെയൊന്നും ഈ ശബ്ദങ്ങളെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരുപാട് മാതൃഭൂമി എന്ന വിഷപ്പാമ്പിന്റെ കൊത്തേറ്റിട്ട് വേദന പുളഞ്ഞിട്ട് ജനാധിപത്യപരമായ നിലയിലുള്ള പ്രതികരണത്തിന് വേണ്ടിയും സമരത്തിന് വേണ്ടിയും അവസരങ്ങൾ കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പില് നിങ്ങൾ വടികൊടുത്ത് അടി വാങ്ങരുത്. മാനം മര്യാദയ്ക്ക് നിങ്ങൾ പാഠം പഠിച്ചുകൊള്ളണം. 24 മണിക്കൂർ തന്നെയാണ് ഞങ്ങൾക്കും. കാരണം നാളെ വ്യാഴാഴ്ചയാണ്, മറ്റന്നാ വെള്ളിയാഴ്ചയാണ്. നാളെ രാത്രിയോടുകൂടി ഞങ്ങളുടെ സിനോപ്സിസുകള് തയ്യാറായി കഴിഞ്ഞാൽ പള്ളികളിലെ മാതൃഭൂമിക്കെതിരെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ മുഴങ്ങുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങൾക്ക് ഉടൻ ഉത്തരം കിട്ടണം പത്രാധിപരുടെ ഭാഗത്ത് നിന്ന്. മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശത്തിന്റെ ശബ്ദങ്ങൾക്ക് മാന്യമായ ന്യായമായ ഇടം കിട്ടിയേ മതിയാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള തോന്നിയാസികളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള പത്രധർമ്മം നിങ്ങൾ കാണിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ മാന്യമായി പറഞ്ഞുകൊണ്ട് എന്റെ വിനീതമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു.